ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം വലിയ ഭീഷണിയാകുമെന്ന് ആരോഗ്യവകുപ്പ്. 2050 ആകുമ്പോഴേക്ക് ലോകത്ത് 1 കോടി ജനങ്ങൾ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം മരണമടയുമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി. വാർത്തകൾ ശ്രദ്ധിച്ചുവല്ലോ. നമുക്കറിയാം, ഇന്ന് ജനങ്ങൾ ജലദോഷമായിക്കോട്ടെ, തുമ്മലായിക്കോട്ടെ, ചുമയായിക്കോട്ടെ, പനി, അതേപോലെ തന്നെ ഛർദിൽ, ശരീരവേദനകൾ, നീർക്കെട്ട്, ശരീരത്തിലെ ചെറിയ മുറിവുകളിലെ പഴുപ്പുകൾ തുടങ്ങിയവക്ക് ആൻറ്റിബയോട്ടിക്കുകൾ വളരെ അമിതമായി ഉപയോഗിക്കുന്ന അവസ്ഥ നമുക്ക് ചുറ്റും നാം കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളെയാണ് ഇവിടെ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. നമുക്ക് അറിയാം, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ജനങ്ങൾ 2 രീതിയിലുള്ള സമീപനം സ്വീകരിക്കാറുണ്ട്. ഒന്ന്, അവർക്ക് പനിയും ജലദോഷവും കഫസംബന്ധമായ ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് അവർ റെസ്റ്റ് എടുക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ പനിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് അവർ റെസ്റ്റ് എടുക്കുന്നുണ്ട്, പക്ഷെ അവരുടെ അസുഖങ്ങൾ മാറുന്നില്ല. കാരണം ഇത് രണ്ടും തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. നമുക്കറിയാം, ഇവർ രണ്ടുപേരും ചെയ്യുന്നത് റെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യമാണെങ്കിലും ഒരാൾ ശരീരത്തിൻ്റെ അറിയിപ്പുകളെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് അതിനനുസരിച്ച് ശരീരത്തെ പാകപ്പെടുത്തി മറ്റുള്ള ആളുകൾ പറയുന്നതിനനുസരിച്ച് അവർക്കനുസരിച്ച് ഭക്ഷണക്രമവും അവർക്കനുസരിച്ചുള്ള സമീപനവും സ്വീകരിക്കുന്നതിന് നിന്ന് വിട്ടുനിന്നുകൊണ്ട് സ്വയം ശരീരം എന്താണ് അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് രോഗശമനം സാധിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ ചെയ്യുന്നത് ജോലിയിൽ നിന്ന് റെസ്റ്റ് എടുക്കുന്നതോടൊപ്പം ശരീരം ക്ഷീണിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് വിശപ്പില്ലാതെ അമിതമായി ഭക്ഷണം കഴിക്കുന്നു, അമിതമായി വെള്ളം കുടിക്കുന്നു. ഇത്തരത്തിൽ ശരീരത്തിൽ നിന്ന് യാതൊരു അറിയിപ്പും ഇല്ലാതെ തന്നെ ശരീരത്തിലേക്ക് ആന്തരികാവയവങ്ങൾക്ക് അമിതമായ ജോലി നൽകിക്കൊണ്ട് ശരീരത്തിൻ്റെ രോഗശമനത്തിന് തടസ്സം നിൽക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം പല ആളുകളും തിരിച്ചറിയാറില്ല. അതുകൊണ്ടാണ് 2 രീതിയിൽ ആളുകൾക്ക് രോഗശമനം ലഭിക്കുകയും ലഭിക്കാതെയും പോകുന്നത്. അപ്പോൾ നാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ശരീരം തരുന്ന അറിയിപ്പുകളെ, അതായത് വിശന്നുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുക, അതും രോഗം ഉള്ള സമയത്ത് വളരെ ലഘുവായിട്ടുള്ള കഞ്ഞിവെള്ളമോ അതല്ലെങ്കിൽ കഞ്ഞിയോ അതല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒക്കെ കഴിച്ചുകൊണ്ട് ലഘുവായ രീതിയിലുള്ള ഭക്ഷണക്രമം പാലിക്കുക. അതേപോലെ ദാഹത്തിന് മാത്രം വെള്ളം കുടിക്കുക. ക്ഷീണം പൊതുവെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കാണാറുണ്ട്. അങ്ങനെ ക്ഷീണം വരുമ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്, അമിതമായി വെള്ളവും ഭക്ഷണവും കഴിക്കുകയല്ല വേണ്ടത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ക്ഷീണം വരുമ്പോൾ റെസ്റ്റ് എടുക്കുക, നേരത്തെ കിടന്നുറങ്ങുക തുടങ്ങിയ ശീലങ്ങളിലൂടെ ശരീരത്തിൻ്റെ അറിയിപ്പുകളെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ യാതൊരു മരുന്നുമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ശരീരം തന്നെ രോഗശമനത്തിന് കാരണമാകുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇനിയും ഇത്തരത്തിലുള്ള റെസ്റ്റ് എടുക്കുന്നതിലൂടെയും ഒരാൾക്ക് രോഗശമനം സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പോയിന്റ് അക്യുപങ്ചർ ചികിത്സ സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ ശരീരം അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സയാണ് സിംഗിൾ പോയിന്റ് അക്യുപങ്ചർ. ഒരു മനുഷ്യ ശരീരം അനുഭവിക്കുന്ന എല്ലാ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളെയും നാഡീ പരിശോധനയിലൂടെ കൃത്യമായി ഒബ്സർവ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് പൂർണ്ണമായ രോഗശമനം അക്യുപങ്ചറിൽ സാധ്യമാണ് എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.